മോഹൻലാലിന്റെ കുറച്ച് കാണിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു മൈരം തന്നെ കാണിച്ചിട്ടില്ല. ഒരു വൃത്തിയായിട്ട പടം. നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഇവിടെ പറയുന്നുണ്ട്. അടിപൊളി പടം. ലാലേട്ടൻ നോക്കി, അതായത് പുള്ളി മറ്റേ നരസിംഹം രാവണപ്രഭു ആ ലെവല് അഴിഞ്ഞാട്ട് കുറെ ചുമ്മാ തമിഴ് സിനിമയുടെ കുറെ ഗിമ്മിക്സ് ഇട്ടിട്ട് പിന്നെ കുറെ KGF-ന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്താ ചെയ്യാനാ. മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒപ്പം മലയാളികൾ ആഘോഷിച്ചിരുന്ന ജനപ്രിയ നായകൻ ദിലീപ് കരിയറിന്റെ ക്രൂഷ്യൽ സ്റ്റേജിൽ ഒരു കംബാക്ക് ചിത്രവുമായിട്ട് എത്തുന്നു. ബബ്ബ ഡയറക്ടർ ബൈ ധനഞ്ജയ് ശങ്കർ. വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ ഒരു 1.5 ക്യാമിയോ ആയിട്ട് മോഹൻലാലുണ്ട്. അപ്പോൾ ബബ്ബ കണ്ടിറങ്ങി ഓടിച്ചുകൂടെ എങ്ങനെ ഉണ്ടായിരുന്നു, റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. ഈ ഒരു സിനിമ ഉണ്ടാവും, നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നേരെ ബബ്ബ റിവ്യൂലേക്ക്. അതെല്ലാം മാറ്റി സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ തൂക്കി ഓജി അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒരു രക്ഷയില്ല. ലാലേട്ടൻ വന്ന് പടം ഫുള്ള് തൂക്കി. സെക്കൻഡ് ഹാഫ് റേഞ്ച് മാറ്റി. പിന്നെ നമ്മുടെ തളപതി റെഫറൻസ്, എൻ്റെ പൊന്നെ ഗില്ലി, അത് ഇതാ ഒരു രക്ഷയില്ല. ലാലേട്ടൻ വന്ന് പടം മൊത്തം വേറെ ലെവലായി. അതുവരെ ഉണ്ടായിരുന്ന ക്രിഞ്ചും ഇതെല്ലാം മാറിയിട്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ കണക്ക് ഒരു ലോജിക്ക് ഒന്നും നോക്കാം, സീറോ ലോജിക്കിൽ നമുക്ക് കണക്റ്റായി. ആ മാഡ്നസ് മാത്രം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് ഇത്ര വയസ്സായെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ വിശ്വസിക്കാം. അമ്മാതിരി ജയിലറിലൊക്കെ കണ്ട ഒരു ക്യാമിയോ എഫക്ട് അതിൽ അത് സീരിയസ് അല്ലേ ഇതെന്ന് പറഞ്ഞാൽ. ഇത് കോമഡി എന്ന് പറയാ പടം കാണണം ആ രീതിയിലാണ് ലാലേട്ടൻ ചെയ്ത് വെച്ചെങ്കിൽ. ലാലേട്ടൻ ഒരു രക്ഷയില്ല. ലാലേട്ടന്റെ കംബാക്ക് ഇല്ലല്ലോ, അത് എപ്പോഴും ഉള്ളതല്ലേ. ദിലീപിന്റെ കംബാക്ക്, ദിലീപ് പടം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇല്ലാണ്ട് നമുക്കത് ആലോചിക്കാൻ പറ്റത്തില്ല. പിന്നെന്ന് പറഞ്ഞാൽ അവരെടുത്ത് ലാലേട്ടനെയും അവർക്ക് എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യാൻ തളപതി ലാലേട്ടൻ ഇതിനെയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നമ്മള് ദിലീപിന്റെ പടങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു ടീം ഇറങ്ങിയില്ലേ, അവരൊക്കെ ഇന്ന് മാളത്തിൽ കയറി വിളിക്കും. കാര്യം ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സീസൺ മൊത്തത്തിൽ റാഞ്ചി കൊണ്ടാവും, ക്രിസ്മസ് മൊത്തത്തിൽ റാഞ്ചി. ഇപ്പൊ ആദ്യത്തെ ഒരു 20 മിനിറ്റ് ലാഗ് നമുക്ക് തോന്നും, പക്ഷെ പടം സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തം മറന്നു പോകും. ലാലേട്ടന്റെ ഇൻട്രോ തിയേറ്റർ മൊത്തം മറ്റേ ലിജോ ജോസിന്റെ അതിധൈര്യമായിട്ട് മൂഞ്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് ഫാൻസ് എല്ലാം? ഒരു മോഹൻലാലിനെ വെച്ച് നല്ല രീതി ചെയ്തിട്ടുണ്ട്, പക്ഷെ പടം ഒന്ന് കാണാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഭയങ്കര നെഗറ്റീവ്. സത്യം പറഞ്ഞാൽ പറയാലോ, പടം കൊള്ളത്തില്ല. നെഗറ്റീവ് എന്ന് പറയാൻ 100% നെഗറ്റീവ് തന്നെ. കൊള്ളത്തില്ലെന്ന് പറയാൻ കൊള്ളത്തില്ലെന്ന് തന്നെ പറയണം, അല്ല ചുമ്മാ മാറിയിട്ടുണ്ടോ നെഗറ്റീവ്. പടം കൊള്ളത്തില്ല, അത്ര തന്നെ. എന്ത് നെഗറ്റീവ്? ഒരു വകയ്ക്ക് കൊള്ളത്തില്ല പടം. ഇതാണ് തിരിച്ചുവരവൊന്നുമല്ല, വെറുതെ മറ്റേ ആ ഗോപി സുന്ദർ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഒറിജിനൽ സ്കോർ ചെയ്ത ഈ പടത്തിലാണെന്ന് തോന്നുന്നു. വെറുതെ സൗണ്ടും തലയും വെറും തല്ലിപ്പൊളി പടം, വെറും തല്ലിപ്പൊളി. ഒന്നുമില്ല പടത്തിലൊന്നുമില്ല. ഷാൻമർ റഹ്മാൻ മോഹൻലാലിനെയൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ അയാളെ വെറുതെ കോമാളി വേഷം കെട്ടിച്ച് ഈ പടത്തിൽ ഒന്നുമില്ല. ആദ്യം ഇന്റർവ്യൂ വരെ കുറെ സീരിയൽ പോലെ ചാത്ത അഭിഞ്ഞ പടം ഒട്ടും കൊള്ളത്തില്ലടാ, ഒരു വായിക്കും കൊള്ളത്തില്ല. കുറെ ചുമ്മാ തമിഴ് സിനിമയുടെ കുറെ ഗിമ്മിക്സ് ഇട്ടിട്ട് പിന്നെ കുറെ KGF-ന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്താ ചെയ്യാനാ, ഒരു വായിക്കും കൊള്ളത്തില്ല. ഒന്നുമില്ല. മോഹൻലാലിനൊക്കെ ചുമ്മാ നമ്മൾ ലാലേട്ടന്റെ ഒക്കെ എത്ര നല്ല പടങ്ങൾ ഉണ്ട്, അയാൾക്ക് ഇതിനകത്ത് വന്ന് അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല. വെറും തല്ലിപ്പൊളി പടം, ഒന്നുമില്ല പടത്തിനകത്ത് പ്രത്യേകിച്ച്. അത് നിരോധനം അങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതുകൊണ്ടല്ല. പ്രശ്നം ഉണ്ടെന്നൊന്നുമല്ല. പിന്നെ ഇതിപ്പോ ആർക്കാണ്ടേ വേണ്ടി ആരേണ്ട കുത്താൻ വേണ്ടി എടുത്തിരിക്കുന്നതല്ലേ തോന്നുന്നു, സർക്കാരിനെ കുത്താൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, വെറും തല്ലിപ്പൊളി പടം. ദിലീപിന്റെ എനിക്ക് തോന്നുന്ന ആ പ്രിൻസ് ആൻഡ് ഫാമിലിയൊക്കെ എന്ത് നല്ല പടമായിരുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. വെറും തല്ലിപ്പൊളി. ഒന്നുമില്ല. അതാണ് നോ ലോജിക് മാഡ്നസ് എന്ന് പറഞ്ഞ് കാണാൻ. ലോജിക് ഇല്ലായ്മയ്ക്ക് ഒരു ലോജിക്ക് വേണം, അതില്ല. പടം ലാലേട്ടനെ മുതലാക്കി ജയിച്ച്. ലാലേട്ടൻ എങ്ങനെ ജയിലറിലൊക്കെ തേങ്ങയാണ്. ലാലേട്ടൻ ഇൻട്രോ മാത്രം കൊള്ളാം, ലാലേട്ടന്റെ കോമാളി റോളാണ് കൊടുത്തേക്കുന്നത്. നെഗറ്റീവായിട്ട് എന്താ തോന്നിയത്? നെഗറ്റീവ് പടം കാണുമ്പോൾ മനസ്സിലാവും. ആരെ ഹൈപ്പ് കുറയ്ക്കുന്നില്ല, കാണാം. കോമഡി ദിലീപ്, പഴയ ദിലീപ് കണ്ടിരിക്കാം, വെറുതെ കണ്ടിരിക്കാം. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല ബോക്സ് ഓഫീസ്. ലാലേട്ടൻ ഉണ്ടായതുകൊണ്ട് ചിലപ്പം ജസ്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യത. വലിയ രസമില്ലായിരുന്നു, കുഴപ്പമില്ല. വൺ ഡേ മാച്ച്. ഒരു മാസ് ആക്ഷൻ എന്നൊക്കെ രീതിയിൽ BGM ഒക്കെ ആയിട്ട് കണ്ടിരിക്കാൻ. മ്യൂസിക് ഒക്കെ കൊള്ളാം. ലാലേട്ടന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടോ പടത്തില്? കൊള്ളായിരുന്നു, കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. എന്നാലും ദിലീപിന്റെ ഒരു കംബാക്ക് ഒരു ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. കേട്ടോ. ഈ ക്രിസ്മസ് ബബ്ബ തൂക്കി. സെക്കൻഡ് ഹാഫ് ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം. ലാലേട്ടൻ നോക്കി, അതായത് പുള്ളി മറ്റേ നരസിംഹം രാവണപ്രഭു ആ ലെവല് അഴിഞ്ഞാട്ടം. ഉള്ള സീനല്ല ലാലേട്ടൻ നോക്കിയിട്ടുണ്ട്. ലാലേട്ടൻ ഫാൻസിന് അടിച്ചു വിളിക്കാനുള്ളതുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കൊച്ചിലോട്ടൊരു ദിലീപ് ഫാനാണ്. ദിലീപ് ജയിലിൽ പോയ ശേഷം ഞാൻ മായിന് പോയതാവും. സത്യം പറഞ്ഞാൽ നീ സിനിമ കണ്ടിട്ട് എന്റെ ഉള്ളിലെ ദിലീപ് ആരാധകൻ പുറത്ത് വന്ന് അതാ ദിലീപേട്ടൻ തകർത്തിട്ടുണ്ട്. നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഇവിടെ പറയുന്നുണ്ട്. അടിപൊളി പടം, തിയേറ്റർ മസ്റ്റ് വാച്ച് പടം. തിയേറ്റർ മോഹൻലാലിനെ കാണാൻ പോയി കാണണം, കിടിലം പടം. തിയേറ്ററിൽ പോയി കണ്ടു. അല്ല മോഹൻലാൽ മാത്രമല്ല പോസിറ്റീവ് ആയിട്ടുള്ള വേറെ എന്തൊക്കെയുണ്ട്? ദിലീപിന്റെ അടിപൊളി കണ്ടു നോക്ക് പടം. ഈ ഫൈറ്റ് ഡാൻസ് അതൊക്കെ ഉണ്ട് മോഹൻലാൽ. അവര് അഴിഞ്ഞാട്ട സോങ്
നെഗറ്റീവാ പറഞ്ഞത്, പക്ഷെ തിയേറ്ററിൽ കയറുമ്പോൾ കിട്ടലുമായിരിക്കും. അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പൊ എന്തായാലും പടം ഊട്ടിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ് ഒരു ലോജിക്കൽ ഇല്ലാതെ ലോജിക് ഒന്നും കാണാതിരുന്ന പടം ആവറേജ്, ബിലോ ആവറേജ് അത്രേ പറയാൻ പറ്റും. ലാലേട്ടന്റെ ഇമ്പാക്ട്, ലാലേട്ടനൊക്കെ പറയാം, കുഴപ്പമില്ല. എഴുതി കാണിക്കുന്നുണ്ട് ഒരു ലോജിക്കും ഇല്ലെന്ന്. ആ ഒരു ലോജിക്കും ഒന്നും ചിന്തിക്കാതിരുന്ന് കാണുവാണെങ്കിൽ സെറ്റ് പടം. മോഹൻലാലിന്റെ ഒക്കെ അടിപൊളി സെറ്റ് സാധനമാണ്. അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാം, ചുമ്മാ അഴിഞ്ഞാട്ടം എന്ന് വെറുതെ പറഞ്ഞാൽ അടിപൊളി അഴിഞ്ഞാട്ടം തന്നെ. അതെല്ലാം കണക്ട് ആയിട്ടുണ്ട്. പിന്നെ കണക്ട്, നമ്മള് ലോജിക്ക് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ കണക്ട് ആവും. ആ ജയിലറിന്റെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ കണ്ട ഒരു ഇമ്പാക്ട് പോലെ അത്രയ്ക്കൊരു തൂക്കാണ് കിട്ടിയത്. തീർച്ചയായിട്ടും സെറ്റ് സാധനം. നമുക്ക് 2.5 മണിക്കൂർ ഇല്ലല്ലോ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, 2.5 മണിക്കൂർ സെറ്റ് സാധനം തന്നെ. ദിലീപിനെ ബഹിഷ്കരിക്കാൻ നിന്നവർക്കുള്ള ഒരു മറുപടിയാണ് അത്. അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ, അത് കല്ലി. അവര് അത് സമൂഹം അങ്ങനെയാണ്. കോടതി വെറുതെ ഇട്ട ഒരു വ്യക്തിയെ ചുമ്മായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയ ഇവിടെ പടം കംബാക്ക് ആണ്. തീർച്ചയായിട്ടും ഉറപ്പ്. തൂക്കി പടം തൂക്കി കഴിഞ്ഞ്. ഓക്കെ, വൻ ഹൈപ്പും ആ പരിപാടിയൊക്കെ 2.5 മണിക്കൂർ ബോറടിക്കാതെ കാണാം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് കിക്കൊന്നും കിട്ടിയില്ല. ഒരു പക്ക തെലുങ്ക് ലെവൽ ഒരു മാസ് ആക്ഷൻ സംഭവം അങ്ങനെയാണോ എടുത്തേക്കുന്നത്? അതെ. റെഫറൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അത്? കുറെ റെഫറൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. ദിലീപ് ഏട്ടന്റെ പടത്തിന്റെ കുറെ റെഫറൻസ് ഉണ്ട്. പടം നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അതെന്താ അല്ല നല്ല പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ക്ലീഷ് ആയി പോയി, ഡയലോഗ്സ് ഒന്നും അത്ര ശരിയല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടായിരുന്നു. നമ്മുടെ ഓസ്ട്രേലിയ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി വന്നപ്പം ഒരു മമ്മൂട്ടി പടമായി പോയില്ലേ, അതുപോലെ ഇതൊരു ലാലേട്ടൻ വന്ന് കസറിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കൂടുതൽ പോസിറ്റീവ് ആയിട്ട് സിനിമയിൽ അവസാനം ഒരു ക്യാമിയോ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. അതല്ല പടം മൂടെ ഫണ്ണാണോ അതോ ഇത് ഫുൾ ഒരു മറ്റേ ഗുഡ് ബാഡ് അഗ്ലി വൈബാണ്. ആ വൈബാണ് എല്ലാവർക്കും ഭയങ്കര റെഫറൻസുകളുടെ അയ്യറുകളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും സിനിമ. മോഹൻലാലിന്റെയും ദിലീപിന്റെയും ഒക്കെ പടങ്ങളുടെ റെഫറൻസുകളുടെ ഭയങ്കര റെഫറൻസ് മാത്രമേ ഉള്ളൂ. റെഫറൻസുകളും ഇതൊരു പടം പറയുന്ന പോലെ തന്നെ ലോജിക് ഒന്നും നോക്കണ്ട, നമ്മൾ കയറിയിരിക്കുക. ഫസ്റ്റ് ഹാഫ് കുറച്ച് അത് ലാഗായി പോയി. ലാഗല്ല, ഫസ്റ്റ് ഹാഫ് അത്ര ഇതില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ വന്നതിന് ശേഷം പടം അടിപൊളിയായിരുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു. റെസ്പോൺസ് എങ്ങനെയുണ്ട്? എങ്ങനെയാണ്? കുറെ പേര് ലോജിക് ഇല്ലെന്നൊക്കെ പറഞ്ഞു, അതൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ടോ? ലോജിക് അതൊരു ജേർണൽ ഡിഫറെന്റ് അല്ലേ, അവരുടെ ഒരു ക്യാരക്ടർ സ്റ്റോറി പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ടാ. അതല്ല മോഹൻലാലും അവരൊക്കെ എങ്ങനെയുണ്ട്? പൊളിയാണ്, വേറെ ലെവല്. ദിലീപിന്റെ കംബാക്ക് ലാസ്റ്റ് നല്ല ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്, അത് കണ്ടാൽ അത് ക്ലിക്ക് ആവത്തുള്ളൂ. ഓക്കെ, നല്ല പടം. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ? മോഹൻലാലിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നാൽ ദിലീപിനെ ഇഷ്ടപ്പെട്ടില്ലേ? ദിലീപിനെ ഇഷ്ടപ്പെട്ടു. മോഹൻലാലും കൂടെ അവരുടെ ഒരു കോംബോ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അതിന്റെ സോങ്സും BGM ഒക്കെ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒരു വേൾഡ് ഓഫ് മാഡ്നസ് ആണ്. ഇനി പാർട്ട് സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും ഉണ്ടോ? വരണം, അത്യാവശ്യമാണ്. സെക്കൻഡ് പാർട്ട് വേണമെന്ന് ആഗ്രഹം. കുറെ പേര് നെഗറ്റീവ് ഒക്കെ പറയുന്നല്ലോ, അതിനെ കുറിച്ച് അവർക്ക് അതിനെ പറ്റിയുള്ള ഇതൊന്നും ഇല്ലാത്തത്. ഇതൊരു മാഡ്നസ് സിനിമയാണ്, അപ്പൊ അങ്ങനെ കണ്ടാൽ. ഓക്കെ ബ്രോ, പടം ഇഷ്ടപ്പെട്ട് നമ്മള് വിചാരിച്ച അത്ര അങ്ങോട്ട് വന്നില്ല. ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ അത്രയ്ക്ക് അവിടെ കൊടുത്ത ഹൈപ്പിനുള്ളതില്ലല്ലേ? ഇല്ല, അത്രയൊന്നും ഇല്ല. കുഴപ്പമില്ല. എന്തൊരു കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം ഫാൻസുകാർക്കുള്ള പടം, അല്ലാതെ നോർമൽ ഓഡിയൻസിന് പറ്റത്തില്ലല്ലേ? നോർമൽ ഓഡിയൻസിന് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ വയ്യ, ഫാൻസുകാർക്ക് ഉള്ള നല്ല പടം. എന്താണ് നെഗറ്റീവായിട്ട് എന്താ തോന്നിയത് പടത്തില്? നെഗറ്റീവായിട്ട് അവര് എഴുതി കാണിക്കുന്നത് തന്നെ ലോജിക്കൊന്നും അതിന്റെ അധികം കൊണ്ട് ഇഷ്ടപ്പെടത്തില്ലല്ലേ? നമുക്ക് കഥയും ലോജിക്കായിട്ടൊന്നും അവര് എഴുതി കാണിക്കുന്നതാണ്, അതൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം, അത്രേ ഉള്ളല്ലേ? ഓക്കെ, കുഴപ്പമില്ല ബ്രോ, കണ്ടോണ്ടിരിക്കാൻ പോണം, കുഴപ്പമില്ല. ജയിലറിന്റെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ കണ്ട ഒരു ഇമ്പാക്ട് ഒക്കെ കിട്ടിയോ? കുഴപ്പമില്ല, എന്താ പറയാ, ഒരു പടം ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. കുഴപ്പമൊന്നും എനിക്ക് അത്യാവശ്യം നല്ല പടമായിട്ട് തോന്നി. വലിയ പ്രത്യേകിച്ച് ലോജിക്കൊന്നും അത് മാറ്റി വെച്ച് കണ്ടാൽ കുഴപ്പമില്ല. ഒരു തെലുങ്ക് ലെവൽ മാസ് ആക്ഷൻ സംഭവം, അതിനെ പറ്റിയൊന്നും എനിക്ക് പറയാനില്ല. കുഴപ്പമില്ല. റെഫറൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ക്ലിക്കായോ? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല